വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നലെ ഞാൻ ചെയ്ത വ്ളോഗിൻ്റെ അകത്ത് ടൈറ്റിൽ കൊടുത്തത് കുറച്ച് മാറിപ്പോയി. അതിന് വന്ന് കമൻസിലൂടെ ആൾക്കാർ പറയുന്നുണ്ട് പള്ളിക്കൂടത്തിൽ പോകൂ താത്ത എന്നുള്ളത്. കാര്യം ശരി തന്നെ, എൻ്റെ അടുത്ത് മിസ്റ്റേക്ക് വന്നതാണ്, സോറി. അന്ധവിശ്വാസം എന്നുള്ളത് എനിക്കറിയാം. അന്ധവിശ്വാസമാണെന്ന്. ഞാൻ എടുത്ത സബ്ജക്റ്റ് മലയാളമായിരുന്നു. പക്ഷേ ഇത് എൻ്റെ അടുത്ത് പാളിപ്പോയതാണ്. ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ശരിക്കും അതിലേക്ക് ഞാൻ ശ്രദ്ധിക്കാണ്ട് ഞാൻ അങ്ങ് അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ. പക്ഷെ നിങ്ങൾ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഞാൻ രാത്രിയിൽ എന്ത് ചെയ്ത് താഴെ ഉള്ള ടൈറ്റിൽ ശരിയാക്കിയിട്ടുണ്ട്. പിക്ചറിൻ്റെ അകത്തുള്ള ടൈറ്റിൽ ശരിയാക്കാൻ പറ്റൂല കേട്ടോ. ഓൾറെഡി അപ്ലോഡ് ആയി കഴിഞ്ഞത് പിന്നെ പിക്ചറിൻ്റെ അകത്തുള്ളത് ശരിയാക്കാൻ പറ്റൂല, എനിക്കറിയാം. പക്ഷെ അത് ശ്രദ്ധിക്കാണ്ട് വിട്ടുപോയതാണ് കേട്ടോ. പിന്നെ അപ്പം അതേ വിഷയം തന്നെ നമുക്ക് കൊണ്ടുവന്നിട, എന്ത് പള്ളിക്കൂടത്തിൽ പോയിട്ടുണ്ടോ ഞാൻ ഇല്ലയോ എന്നുള്ളത്. പിന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ, സ്ത്രീക്ക് ആരടുത്തു നിന്നാണ് സ്വാതന്ത്ര്യം കിട്ടേണ്ടത്? സ്ത്രീക്ക് ഓരോ ഘട്ടങ്ങളിലും ഓരോ പുരുഷൻ വേണോ സ്വാതന്ത്ര്യം കൊടുക്കാൻ? അത് ആരാണ് പ്രസ്താവിച്ചത്? ആ ആളുടെ പേര്, പ്രസ്താവന ഞാനിവിടെ പറയുന്നുണ്ട്, പക്ഷേ ആ ആളുടെ പേര് നിങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്യണം കേട്ടോ. പിന്നെ പിതോ രക്ഷതി കൗമാരെ ഭർത്രോ രക്ഷതി യൗവനെ പുത്രോ രക്ഷതി വാർദ്ധക്യന്ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആളാരാണെന്നുള്ളത് എനിക്കറിയാം. പക്ഷെ നിങ്ങളും പള്ളിക്കൂടത്തിൽ പോയിട്ടുണ്ടോ എന്നുള്ളത് ഞാനും ഒന്ന് കണ്ടുപിടിക്കട്ടെ എന്ന്. അപ്പോൾ മെൻഷൻ ചെയ്യുക ആരാണ് ഈ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് വന്നത് എന്നുള്ളത്. അതവിടെ നിൽക്കട്ടെ. പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു പെൺകുട്ടിക്ക് പിതോ രക്ഷതി കൗമാരത്തിൽ എത്രത്തോളം ഉറപ്പുണ്ട്? നമ്മുടെ അച്ഛൻ പിതാവിൻ്റെ അടുത്ത് നിന്നുള്ള സ്വാതന്ത്ര്യം എത്രത്തോളം നമ്മൾ ഒരുപാട് വേണ്ടാത്ത വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഭർത്രോ രക്ഷതി യൗവനെ, അതിപ്പോൾ ഇന്നലെയല്ല നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണല്ലേ. ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ സ്വാതന്ത്ര്യം, അതുകൊണ്ടാണ് ഒരു സ്ത്രീ മരണപ്പെട്ടത് എന്നുള്ളത്. പിന്നെ വരുന്നത് പുത്രോ രക്ഷതി വാർദ്ധക്യത്തിൽ ഇതിൻ്റെ അപ്പുറമാവാനാണ് ചാൻസ്. അപ്പോൾ എനിക്കിതിൽ പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, ഇവരൊക്കെ ഈ പിതാവായി കഴിഞ്ഞാലും ഭർത്താവായി കഴിഞ്ഞാലും പുത്രനായി കഴിഞ്ഞാലും ഈ പുരുഷന്മാരുടെ കീഴിൽ മാത്രം ഒതുങ്ങേണ്ടതാണോ സ്ത്രീ? ഒതുങ്ങിയിട്ട് കഴിയേണ്ടവളാണോ? അതോ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവൾക്ക് സ്വയം പ്രാപ്തി വരുത്തിക്കൊണ്ട് അവൾക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല? എൻ്റെ സംശയമാണ്, നിങ്ങൾ പറഞ്ഞു തരണം. വിവാഹം വേണം, എല്ലാം വേണം, നല്ലതാണ്. നല്ലതിനാണെങ്കിൽ എല്ലാം നല്ലതാണ്, വേണം. ഭർത്താവിൻ്റെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വലാണ്. അല്ലാതെ ഭർത്താവിൻ്റെ അടിമയാവാൻ പാടില്ല. അതേപോലെ തന്നെയാണ് വാത്സല്യം വേണം പിതാവിന്, അല്ലേ? സ്വന്തം മോളോട് വാത്സല്യം വേണം. അതേപോലെ തൻ്റെ മോളാണ് എന്നുള്ളത് കൊണ്ട് കണ്ടറിഞ്ഞിട്ട് അതിനനുസരിച്ച് പെരുമാറിയിട്ട് ജീവിക്കണം. അല്ലാത്തതല്ല ഞാൻ പറയുന്നത്. നല്ല രീതിയിലാണെങ്കിൽ എല്ലാം ഒക്കെ തന്നെയാണ്. പുത്രോ രക്ഷതി വാർദ്ധക്യം, പുത്രന്മാർ നോക്കും എന്നുള്ളത് നല്ലതാണെങ്കിൽ അതും നല്ലത് തന്നെ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ പുത്രോ രക്ഷതി വാർദ്ധക്യം എന്ന് പറയുമ്പോൾ അത് പുത്രനല്ലാണ്ട് പുത്രിയാവാൻ പറ്റൂല. അല്ല, ചോദിക്കണല്ലോ, അത് പറ്റൂല. പുത്രന്മാർക്ക് മാത്രമേ സ്വാതന്ത്ര്യം രക്ഷിക്കാനും അവരെ കെയർ ചെയ്യാനും എല്ലാം പറ്റൂ, പുത്രിമാർക്ക് പറ്റൂല. പിന്നെ അതേപോലെ തന്നെ സ്ത്രീക്ക് അവള് ഇനിയിപ്പം ഇതൊക്കെ തന്നെയാണെങ്കിലും സ്വയം പ്രാപ്തി വരുത്തിക്കൊണ്ട് അവൾ ജീവിക്കുമ്പോൾ അവൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. അവൾ ബടക്ക് സ്ത്രീയാ. ഇതൊക്കെ എൻ്റെ ഡൗട്ടാണ് കേട്ടോ. ഇതിൽ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഒരാൾ, പേരൊന്നും ആളെ പറയുന്നില്ല, പക്ഷെ നിരന്തരം അയാൾ വീഡിയോസ് ഇടുന്നുണ്ട് സ്ത്രീകളെ അനുകൂലിച്ചുകൊണ്ട്. പക്ഷെ അയാൾക്ക് ഫുൾ തെറിയാന്നേ. അയാളെ മനസ്സിലാക്കുന്നവർ ഒട്ടനവധി പേരുണ്ട്. പക്ഷെ വേറെ സമുദായങ്ങളിൽ നിന്നുകൊണ്ട് അയാളെ എന്താ പറയുക, അനുകൂലിക്കാണ്ട് പ്രതികൂലിക്കുന്നവരുണ്ട്. പക്ഷെ അയാൾ നിരന്തരം അതൊന്നും നെവർ മൈൻഡാക്കി വിട്ട് അവഗണിച്ചുകൊണ്ട് അയാളെ കാര്യം പോലും ചിന്തിക്കാണ്ട് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്ത്രീകളെ കൂടെ നിൽക്കുന്ന, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്ന, മനസ്സിലായോ? സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നിരന്തരം അതിനെപ്പറ്റി വാർത്തകൾ ഉണ്ടാക്കിയിട്ട് വിടുന്നതാണ്, ഓരോ തെളിവ് സഹിതം കൊടുക്കുന്നതാണ്.
എനിക്ക് അയാളോട് പേഴ്സണലി ഞാൻ പറയാം റെസ്പെക്റ്റ് ഉണ്ട്, ഞാൻ ബഹുമാനിക്കുന്നു ആ വ്യക്തിനെ. കാരണം ഞങ്ങളെപ്പോലെയുള്ള സ്ത്രീ സമൂഹത്തോട്, സ്ത്രീ ജനതയോട് അയാൾ കാണിക്കുന്ന കാരുണ്യം, അയാൾ കാണിക്കുന്ന റെസ്പെക്റ്റ്, ഇത് എല്ലാ പുരുഷന്മാരും കണ്ടു പഠിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാൻ. പേരൊന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല, നിങ്ങൾ ഊഹിച്ച് പൂരിപ്പിച്ചാൽ മതി കേട്ടോ. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്ത്രീ എന്ന വർഗത്തിനോട്, സ്ത്രീ എന്ന വർഗ വിവേചനം, ഈ സ്ത്രീ എന്ന വർഗ വിവേചനം ഇപ്പോൾ ഉള്ളതൊന്നല്ല, ഒരുപാട് കൊല്ലങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ്. കാലം ഇത്ര പുരോഗമിച്ചു അല്ലേ, പക്ഷെ അതിനൊന്നും ഒട്ടും മാറ്റം വന്നിട്ടില്ല. അതാണ് നമ്മളിങ്ങനെ കൂടെ കേൾക്കുന്ന വാർത്തകൾ കേട്ടോ. നമ്മൾ ഇടക്കിടക്ക് കേൾക്കുന്ന വാർത്തകളില്ലേ, മരണപ്പെട്ടു, സ്ത്രീയെ അങ്ങനെ ചെയ്തു, സ്ത്രീയെ ഇങ്ങനെ ചെയ്തു, പീഡിപ്പിച്ചു, ബലാത്സംഗം ചെയ്തു, സ്ത്രീയെ വെട്ടി നുറുക്കി, സ്ത്രീയെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ്ട് ഏറ്റവും ലാസ്റ്റ് വന്നത് എന്താണ്, വീട്ടിൻ്റെ ഉള്ളിൽ പ്രസവിച്ച് മരണപ്പെട്ടു. അങ്ങനെ വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ അതുപോലെ പറയുന്നതാണ് സ്ത്രീക്ക് ബുദ്ധി കുറവാണ്. എപ്പം പറയുന്ന ഒരു പോയിന്റാണത്, സ്ത്രീക്ക് ബുദ്ധി കുറവാണ്. എന്നാൽ ഇപ്പോഴത്തെ കാലത്ത് സ്ത്രീകളാണ് മുൻപോട്ട് വരുന്നത് പുരുഷന്മാരെക്കാട്ടിലും. അത് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് സ്ത്രീക്ക് ബുദ്ധി കുറവാണ് എന്നുള്ളത്? പുരുഷന്മാരെക്കാട്ടിലും ബുദ്ധി കുറവ് സ്ത്രീക്കാണോ? എന്നാൽ പിന്നെ നിങ്ങൾ കാണുന്നില്ലേ, ഈ ആധുനിക കാലഘട്ടത്തിൽ സ്ത്രീയാണ് മുൻപോട്ട്, എല്ലാ കാര്യത്തിലും സ്ത്രീയാണ്. പുരുഷനെക്കാട്ടിലും മുൻപന്തിയിൽ നിൽക്കുന്നത് സ്ത്രീയാണ്. അതെന്തുകൊണ്ടാണ്? പഴഞ്ചൻ സ്വഭാവമായിട്ട്, പഴഞ്ചൻ രീതികളുമായിട്ട് പോകുന്നവർക്ക് സ്ത്രീ എന്നും ഒരു ഉപഭോഗ വസ്തു മാത്രമാണ്. കുട്ടികളെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉപഭോഗ വസ്തു മാത്രമാണ് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് കേട്ടോ. അതല്ലാതെ പുരോഗമന ചിന്താഗതിയോട് കൂടിയിട്ട് ചിന്തിക്കുന്നവർക്ക് എന്തുണ്ട്, സ്ത്രീ നല്ലൊരു വ്യക്തിയാണ്, അവൾ നല്ലൊരു മനുഷ്യ സ്ത്രീയാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇത് വർക്കൗട്ട് ആകുന്നിടത്താണ് നമ്മളെ എല്ലാ കാര്യങ്ങളും താരതമ്യം ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇതിൽ എന്നെ പൊങ്കാല ഇടാനൊന്നും വരണ്ട. എനിക്ക് എന്താ പറയണ്ടേ, നമ്മൾക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാവും അല്ലേ. ഞാൻ എന്ന വ്യക്തി ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് സ്ത്രീ എന്ന നിലയിൽ. അത് ഞാൻ നിങ്ങളോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീ എന്ന നിലയിൽ പഠിക്കുന്ന കാലം തൊട്ട് സ്ത്രീ, ഒരു പെണ്ണ് എന്ന നിലയിൽ എൻ്റെ ബാക്കോട്ടുള്ള വീഡിയോസ് എടുത്ത് നോക്കിയാൽ എൻ്റെ അനുഭവങ്ങളാണ് പല രീതിയിലും ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളത്, പല രീതിയിലും. കാരണം ഒരു സ്ത്രീ എന്ന നിലയിൽ പല പല പരീക്ഷണങ്ങളും അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. വെറും വർഗവിവേചനം അവിടെ ഞാൻ പറഞ്ഞില്ലേ, എന്താ പറയുക, സെക്സ് എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റിയിൽ മാത്രം കാണുന്ന കുറച്ച് എണ്ണങ്ങളുണ്ട് സ്ത്രീയെ. അപ്പം അതൊക്കെ മാറ്റി നിർത്തിയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ ആ വ്യക്തി ഉണ്ടല്ലോ, സ്ത്രീ എന്ന് പറയുന്നത് അത് നല്ലൊരു വ്യക്തിയാണ്, അത് ഒരു മനുഷ്യനാണ്, ഒരു മനുഷ്യ സ്ത്രീയാണ്. അവൾക്ക് എന്താ പറയുക, വിവരവും വിദ്യാഭ്യാസവും വേണ്ട, ചിന്താശക്തിയും എല്ലാം ഉള്ള ഒരു മനുഷ്യനാണ് സ്ത്രീയും എന്നുള്ളത് ആ മനുഷ്യൻ തെളിയിക്കുന്നതാണ്. അങ്ങനെ ഉള്ള വ്യക്തികളോടൊക്കെ എനിക്ക് ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ട് കേട്ടോ. ഇതിൽ ഞാൻ ഒരു മതത്തെയും കൊണ്ടുവന്നിടുന്നതല്ല, വ്യക്തിപരമായിട്ട് ഞാൻ അനുഭവിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്, അതാണ് ഇതിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ, സ്ത്രീ എന്ന വർഗ വിവേചനത്തോട് കാണിക്കുന്ന പുരുഷൻ്റെ ആധിപത്യം. സ്ത്രീ പുരുഷന് കീഴിലാണ്, സ്ത്രീ പുരുഷന് കീഴിലാണ്, പുരുഷന് എന്ത് വേണമെങ്കിലും അവളെ ചെയ്യാം. അപ്പം ഈ സ്ത്രീ എന്താണ്, അടിമയാണോ? എൻ്റെ ചോദ്യം അതാണ്. സ്ത്രീ അടിമയാണോ? അവളുടെ സ്ഥാനം എന്താണ് ഈ ലോകത്ത്? അവൾക്ക് എന്താണ് സ്ഥാനം? ആദ്യം നിങ്ങൾ ഞാൻ ഈ പറയുന്നത് നെഗറ്റീവ് അല്ലാണ്ട് കുറച്ച് ഇരുന്ന് ചിന്തിച്ചിട്ട് ഒന്ന് മനസ്സിലാക്കുക. എന്താ പറയണ്ടേ, പണ്ട് ഒരു സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞാൽ അത് പെൺകുട്ടിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കുഴിച്ചു മൂടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒന്ന് ചിന്തിക്കണം നിങ്ങൾ. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഇപ്പോഴത്തെ കാലത്ത് വന്നിട്ടുണ്ട്. എന്നാലും പോരാ, എൻ്റെ അഭിപ്രായം പോരാ. കുഴിച്ചു മൂടിയിട്ടില്ലെങ്കിലും കൂടിയിട്ട് അതല്ലാത്തതൊക്കെ ഉണ്ട് അല്ലേ, അതല്ലാത്തതൊക്കെ ഉണ്ട്. കുഴിച്ചു മൂടുന്നില്ല എന്നേ ഉള്ളൂ. അപ്പം എല്ലാത്തിനും ഒരു മാറ്റം വരണം എന്ന രീതിയിലാണ് ഞാനിത്
ഈ ഒരു ടോപ്പിക് ഇവിടെ കൊണ്ടുവന്നിട്ടത് കേട്ടോ. അപ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് ഒരുപാട് ഈ ഒരു ജെൻഡർ അടിസ്ഥാനത്തിൽ ഞാൻ ഒരുപാട് പരീക്ഷണ ഘട്ടങ്ങളിലൂടെ പോയൊരു വ്യക്തിയാണ്. ആ ഒരു കാര്യത്തിൽ മാത്രം, ആ ഒരു കാഴ്ചപ്പാടിലൂടെ മാത്രം നമ്മളെ നോക്കിക്കാണുന്ന കുറച്ച് ആളുകളുണ്ട്. അപ്പം അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മളൊരു നല്ല വ്യക്തിയാണ്, നമ്മൾക്ക് ചിന്താശേഷിയും പിന്നെ പ്രതികരിക്കാനുള്ള കഴിവും ഒക്കെ ഉണ്ട്, ഒരു ക്യാരക്ടർ ഉണ്ട്, അവളും നമ്മളോടൊപ്പം തന്നെ നിൽക്കേണ്ടവളാണ് എന്നുള്ള ചിന്താഗതിയോട് കൂടി വരുന്നവരെ നമ്മൾ ഇങ്ങനെ കൊടുക്കും. അങ്ങനത്തെ ആൾക്കാർ മുമ്പോട്ട് വരണം. നേരത്തെ ഞാൻ പറഞ്ഞ ആ ആള് പോലത്തെ ആൾക്കാർ മുൻപോട്ട് വരണം. അപ്പം ഇതിൽ ഞാൻ നിങ്ങളോട് ഒരു 2-3 ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റിലത്തെ ക്വസ്റ്റ്യൻ, ആരാണ് ആ പ്രസ്താവന ഇറക്കിയത് എന്നുള്ളത്. പിന്നെ സ്ത്രീക്ക് പുരുഷന്മാർ മാത്രം മതിയോ, അല്ല ഈ കണ്ട പുരുഷന്മാരുടെ കീഴിൽ പിന്നെ മാത്രമാണോ അവളുടെ സ്വാതന്ത്ര്യം, വേറൊരു സ്വാതന്ത്ര്യം അവൾക്കില്ലേ? ഇവരുടെ കീഴിൽ മാത്രം ഒതുങ്ങി ജീവിച്ച് ജീവിതം തള്ളി നീക്കേണ്ടവളാണോ സ്ത്രീ? മിണ്ടാണ്ട് മൂലക്കിരിക്കേണ്ടവളാണോ സ്ത്രീ? അങ്ങനെ കണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ. അറിവുള്ളവർ പറഞ്ഞു തരിക. എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഈ സ്ത്രീ എന്ന വർഗ വിഭജനത്തോട് ഈ സമൂഹം കാണിക്കുന്ന, ഇപ്പോഴത്തെ സമൂഹമായാലും കാണിക്കുന്നത് ശരിയോ തെറ്റോ? നിങ്ങൾ പറ, ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. ഇതിൽ ഞാനൊന്നും പറയുന്നില്ല. കുടുംബം വേണം, നമുക്കെല്ലാം വേണം. നമുക്ക് ഉപ്പ വേണം, ഉമ്മ വേണം, ഭർത്താവ് വേണം, പുത്രൻ വേണം, പുത്രിയും വേണം. പുത്രൻ മാത്രമല്ല, പുത്രിയും വേണം. അപ്പം നമുക്ക് എല്ലാം വേണം. നമ്മളെ ഇവിടുത്തെ സ്വർഗം, ഭൂമിയിലുള്ള സ്വർഗം നമ്മളെ കുടുംബം തന്നെയാണ്. പക്ഷേ അതിലൊരു വ്യത്യാസമുണ്ട്. അതിൽ നമ്മളെ അടിച്ചമർത്താനും അതിൻ്റെ ഉള്ളിലിട്ട് പീഡിപ്പിക്കാനും ചെയ്യുന്നവരാണ് ഈ രക്ഷാകർത്താക്കളെങ്കിൽ അതൊരു ചോദ്യചിഹ്നമാണ്. അപ്പോൾ സ്ത്രീ എന്ത് ചെയ്യണം? അത് നിങ്ങൾ പറ. അപ്പോൾ സ്ത്രീ എന്ത് ചെയ്യണം? അതാണ് എൻ്റെ ചോദ്യം. ഓക്കെ.